നമുക്ക് ചാൻഡലർ ബിങ് എന്ന് പറഞ്ഞാൽ അത് മാത്യു പെറി ആണ്. മാത്യു പെറി എന്ന് പറഞ്ഞാൽ അത് ചാൻഡലർ ബിങ് ആണ്. ഇത്ര ഐക്കോണിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസും അതേപോലെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും സിറ്റ്കോമിന്റെ ചരിത്രത്തിൽ തന്നെ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതായത് നമുക്ക് ഈ ചാൻഡലർ ബിങ് ആയിട്ട് വേറൊരാളുടെ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അമ്മാതിരി പെർഫോമൻസ് ആണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, മാത്യു പെറി ആയിരുന്നില്ല ഫ്രണ്ട്സിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് ചാൻഡലർ ബിങ് ആവാനായിട്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, കേട്ടു നോക്കിയോ. 2.5 Men സിറ്റ്കോം ഇല്ല, അതിലെ ഒരു മെയിൻ ക്യാരക്ടറാണ് ജോൺ ക്രയർ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ. ജോൺ ആയിരുന്നു ഇവരുടെ ഫസ്റ്റ് ചോയ്സ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോണ് ആ ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വലിയൊരു ബിഗ് സ്റ്റാർ ആയിരുന്നു. ആ സമയത്ത് ഇറങ്ങിയ സൂപ്പർമാൻ സിനിമയിൽ വരെ ജോൺ ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സിന്റെ പ്രൊഡ്യൂസേഴ്സ് ഓൾമോസ്റ്റ് കൺഫേം ചെയ്താണ് ജോണിനെ. എന്നിട്ട് ജോണിന്റെ അടുത്ത് ഓഡീഷൻ ടേപ്സ് അയച്ചു തരാൻ പറഞ്ഞു. പണ്ടറിയാലോ, ഈ VHS കാസറ്റിലായിരിക്കും ഓഡീഷൻ ടേപ്പ് അയച്ചു കൊടുക്കുക. പുള്ളി ഇംഗ്ലണ്ടിലാണ് ഉള്ളത്. അപ്പൊ ഇംഗ്ലണ്ടിൽ നിന്ന് ടേപ്പ് അയച്ചു കൊടുത്തപ്പോൾ അത് US കസ്റ്റംസുകാർ പിടിച്ചു വെച്ചു. അപ്പൊ ഫ്രണ്ട്സിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഇതെന്താ വരാത്ത, ടേപ്പ് എന്താ വരാത്തെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരെന്ത് വിചാരിച്ചു, ഇയാൾ വലിയ സ്റ്റാർ അല്ലേ, ഇപ്പൊ ഇയാൾക്ക് ഈ ഒരു ചെറിയ സീരീസിലൊന്നും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് വേറൊരു ചെറിയൊരു ആക്ടറിനെ അവർ അവിടെ കാസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് അവിടെ നടന്നത് ഒരു ചരിത്രമാണ്. ഈ ചരിത്രം മൊത്തം നടന്നത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണെന്ന് മാത്രം.